ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്റ്റൈലിൽ ഒരു സിമ്പിൾ മന്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ആദ്യം ജാറിലേക്ക് ഒരു 2 സവാളയും 3 തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു മീഡിയം സൈസ് എടുത്തത്. വലിയ സൈസാണെങ്കിൽ ഒരു ഉള്ളിയും 2 തക്കാളിയും മതിയാവും. അപ്പോൾ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങളടുത്ത് സാധാരണ പേസ്റ്റ് ആക്കാത്തുള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 2 മാഗി ക്യൂബും ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലോട്ട് വേണ്ടത്. പിന്നെ നമ്മളിവിടെ മന്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ എടുക്കുക. അപ്പോൾ ഏത് പാനിലാണ് നിങ്ങൾ മന്തി ആക്കുക അതേ പാൻ എടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ഉണങ്ങിയ നാരങ്ങ, പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഇല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് മല്ലീൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഞാൻ കൂടുതലിടുന്നത്. നിങ്ങൾക്ക് അത്ര മല്ലി അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 2 വലിയ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് ചോപ്പ് ചെയ്തത്. ഇതും എനിക്ക് ഫ്ലേവർ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കേട്ടോ. ഇത് കൂടുതലിടുമ്പോൾ നല്ല ഫ്ലേവറാണ്. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ മിക്സാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ നാരങ്ങ പൊട്ടിപ്പോകാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. നാരങ്ങ പൊട്ടാണ്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ എടുക്കുന്നുണ്ട്. അപ്പോൾ മന്തി പീസസ് ആയിട്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഒരു ഫുള്ള് കോഴി കേട്ടോ ഞാൻ എടുക്കുന്ന, ഒരു മീഡിയം സൈസുള്ള അതിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത്. പിന്നെ നമ്മൾ മന്തി എപ്പോഴും നമ്മൾ എത്ര ചിക്കൻ എടുക്കുക അതിനനുസരിച്ചിട്ട് റൈസ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റായിട്ട് കുറച്ച് കളർ ആവശ്യം ഉണ്ടായതുകൊണ്ട് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓപ്ഷനല്ല, ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ഓവർ നൈറ്റ് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നാളെ ആക്കേണ്ടെങ്കിൽ ഞാൻ ഇന്ന് നൈറ്റ് തന്നെ ഫുള്ള് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ പിറ്റേന്ന് മന്തി ആക്കുന്ന സമയത്ത് ഇത് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്ത് കൊടുത്തത് ഇട്ട് കൊടുക്കുക. അതിന് മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ ഒരു 3/4 വേവ് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ സമയത്ത് ഞാനിവിടെ അരി പൊതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് അതിന് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബിരിയാണി ഇലയും പട്ടയും ഗ്രാമ്പും ഏലക്ക, പിന്നെ കുറച്ച് മല്ലിയും കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മളെ മസാലയിലുള്ള ഉണക്ക നാരങ്ങ ഉണ്ടല്ലോ അതെടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടാം. മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് തള വരാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ മന്തി റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. പൊതുവെ റൈസിന് വല്ല ഫ്ലേവറൊന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ റൈസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തള വരാൻ നോക്കി വെക്കാം. അപ്പോൾ നല്ല തള വന്നിട്ടുണ്ട്. തള വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കഴുകി പൊതിരാൻ വെച്ച അരി ഉണ്ടല്ലോ ബസ്മതി റൈസ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാ റൈസ് വേണ്ടത്, മന്തി റൈസ് ഏതാ യൂസ് ചെയ്യുന്നത്, ഞാൻ ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അരി ഒരു 3/4 വേവാകുന്ന വരെ വെപ്പിച്ചെടുക്കുക. അതേ സമയത്ത് ഇവിടെ ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ലോണം എന്ന് വെച്ചാൽ ഫുള്ളി കുക്കായിട്ടില്ല, ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ചിക്കനൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ നമ്മൾ ഒന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ ഓവൻ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നോർമലി ഒരു പാൻ വെച്ചിട്ട് പുറമൊന്ന് ആ ഒരു എന്താ പറയുക തന്തൂരി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ
ചെയ്തെടുക്കുക. ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങനെ ഒന്ന് പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ മസാലയിൽ നിന്നൊരു പകുതി ഭാഗം എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് പകുതി റൈസ് തട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ലെയറിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലെയറിങ് വേണ്ടെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അങ്ങ് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ലെയറിങ് ചെയ്തിട്ട് ദമ്മ് കൊടുക്കല്, കാരണം ആ ഫ്ലേവർ എല്ലായിടത്തും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ മസാല നല്ലോണം ഒന്ന് വറ്റിപ്പോയിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എൻ്റെ മസാലയുടെ കറക്റ്റ് കൺസിസ്റ്റൻസിലുള്ളതിനെ കൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾ കലക്കിയ വെള്ളം, കളർ കലക്കിയതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, താല്പര്യമില്ലാത്ത ആൾക്കാർ ചെയ്യണ്ട. പിന്നെ നമ്മൾ മന്തീൻ്റെ മസാല എടുത്ത് വെച്ചിട്ടില്ലേ, അതിൽ നിന്നൊരു പകുതി ലെയർ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് ബാക്കി ഉള്ള ചോറും കൂടി തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ചോറ് ഫുള്ള് വെന്ത് പോകാൻ പാടില്ല. ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു 3/4 വേവ് മതി, കാരണം നമ്മൾ ദമ്മിടുമ്പോൾ അത് ആദ്യം വേവുന്നല്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ചോറും തട്ടി കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കളറും മന്തീൻ്റെ മസാലയും ഒക്കെ ഇട്ടിട്ട് 2-3 പച്ചമുളക് കുത്തി കൊടുത്തിട്ട് ദമ്മ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാനിവിടെ സ്മോക്ക് കൊടുക്കുന്നില്ല, ചാർക്കോൽ വീട്ടിലുണ്ടായിട്ടില്ല, അതുകൊണ്ട് കേട്ടോ ഞാൻ സ്മോക്ക് കൊടുക്കാത്ത. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ സ്മോക്ക് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മതിയാവും. ലോ ഫ്ലെയിമിലിട്ട് ദമ്മ് ചെയ്തെടുത്താൽ മന്തി സെറ്റാവും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് അസ്സലാമു അലൈക്കും.